പരിസ്ഥിതി ദിനമായോണ്ട് ഇത് കുറച്ച് പഠിപ്പിച്ചിട്ടുള്ളൂ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. എന്താണ് ലോക പരിസ്ഥിതി ദിനം? അപ്പൊ മിന്നസിന് സ്കൂളിൽ നിന്ന് ഒരു ചെടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ത് ചെടി കിട്ടിയേ? ആര്യവേപ്പ്. ആര്യവേപ്പ് ഉണ്ടെങ്കിൽ കൊതുകും ഈച്ചയും ഒന്നും ഉണ്ടാവില്ല. ഒന്നും ഉണ്ടാവില്ല. തലയിൽ തേച്ചാല് താരനും ഉണ്ടാവില്ല, മുടിയും വളരും. നമ്മുടെ മരങ്ങളൊന്നും മുറിച്ച് കളയാതെ എല്ലാം സംരക്ഷിക്കണം അല്ലേ? അങ്ങനെ മിന്നിന് സ്കൂളിൽ നിന്ന് കിട്ടിയ ചെടിയായത്. അത് നടണ്ടേത്? അപ്പൊ ഈ നടണം നട്ടിട്ട് ഫോട്ടോ ഇട്ട് കൊടുക്കണം അല്ലേ? നടന്ന് കാണാം. പോയിട്ടുണ്ട് അടിയിന്ന്. അപ്പൊ ഞാനത് എടുത്ത് നടണ്ടേത് നമുക്ക്. ചായ കുടിച്ചിട്ട് നടാ, സ്കൂളിൽ നിന്ന് വന്നാലേ ഉള്ളൂ. എന്തായാലും ചായ കുടിക്കാൻ വിശക്കുന്നില്ലേ? വന്ന് കേറി പാട് ചെടി തരണ്ട, നടാൻ നമുക്ക് 2 മിനിറ്റ് കഴിയട്ടെ. തിന്നപാട് നടാം. എന്നാ ദോശ കഴിച്ചാലോ? ചായയൊക്കെ കുടിച്ച് നമ്മൾ ചെടി നടാൻ പോകുകയാണ്. നമ്മൾ ദോശ കഴിച്ചു, 2 ദോശ കഴിച്ചല്ലേ. ഒരു ദോശന്റെ പകുതി ഞാൻ കഴിച്ചിട്ടല്ലേ. പിന്നെ കറി പരിപ്പറി സാമ്പാർ ചട്നി. എവിടെ നടന്നത് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. വാ, ഇതെന്താ തിളങ്ങുന്നതെന്ന് കണ്ടോ? ഇതെന്റെ ഉടുപ്പിന്റെ കുറെ ഗ്ലാസ് ഉണ്ട്. ഒരു ഗ്ലാസ് മുറിച്ചിട്ട് വട്ടത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക് അല്ല. ഇത് അലക്കലിട്ട് അലക്കല് വേഗം പോകും. അതുകൊണ്ട് അമ്മയ്ക്ക് നനക്കേറെ വെറുതെ അല്ലേ സോപ്പ് തേച്ചിട്ട്. ഇന്ന് സ്കൂളിൽ പഠിപ്പിച്ചത് ഇന്ന് പരിസ്ഥിതി ദിനമായോണ്ട് ഇന്ന് കുറച്ച് പഠിപ്പിച്ചിട്ടുള്ളൂ. ക്വിസ് മത്സരം ഉണ്ടായിരുന്നു. 10 മാർക്ക് 10 മാർക്ക് കിട്ടിയോ? പിന്നെ തള്ളി മാർക്കല്ലേ? 9 മത്സരത്തിന് പോയിട്ട് ക്വിസ് മത്സരം ഇന്ന് ഇല്ലായിരുന്നു, ഇന്നുണ്ട്. 3, 4 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3-ാം ക്ലാസ്സിൽ എത്തുമ്പോ എനിക്ക് ക്വിസ് മത്സരം വരും. ക്വിസ് മത്സരം വരും. കിസ് മത്സരം ഉണ്ട്. ക്വിസ് മത്സരം. അതെയാ? ഇങ്ങോട്ടേക്കുമ്പോ വെള്ളം, ഇങ്ങോട്ടേക്കുമ്പോ കറുപ്പ്. 7-ാം ക്ലാസ്സിലും കുറെ ചേച്ചിമാര് കളിച്ചൊരു പാട്ടുണ്ട്, ഞാൻ പാടി തരാം. സ്കൂളിൽ ഡാൻസ് കളിച്ചോ? ഏതാ പാട്ട്? ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി. അങ്ങനെയല്ല, അച്ഛൻ പാടുന്നത്. അച്ഛനൊക്കെ പാടുന്നുണ്ട്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി. അച്ഛൻ പാടും. അപ്പൊ അത് കണ്ടോ? ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. സംഗീത പണ്ഡിത. ഞാനും. നീ പണ്ഡിത. അച്ഛൻ പണ്ഡിത. വേറെ ആരും പരിപാടി ഉണ്ടായിരുന്നു സ്കൂളിൽ? പിന്നെ ജൂൺ 5 ഒരു പരിസ്ഥിതി ദിനത്തിന്റെ ഒരു പോസ്റ്ററല്ല, പ്രതിജ്ഞ. 2 പ്രതിജ്ഞ ആയിപ്പോയി. 2 പല്ല് പോയിട്ട് വരും. ചില അക്ഷരങ്ങളൊന്നും പറയാൻ കിട്ടുന്നുണ്ട് സാഹിബ. പ്രതിജ്ഞ, അതുപോലെ തന്നെ പരിസ്ഥിതി ദിനം ഇതൊന്നും പറയാൻ കിട്ടുന്നില്ല. പല്ല് പോയതാ മതിയത്. പല്ല് പറഞ്ഞു മിന്നുന്റെ. വേറെ പല്ല് കണ്ടായിരുന്നു. അതെയാ? കൊറേ വീഡിയോ ഇട്ടപ്പോ നമ്മൾ കണ്ടല്ലേ. വേറെ പല്ല് വരും അല്ലേ? നല്ല അടിപൊളി പല്ല്. അപ്പൊ നമുക്ക് കേട് തരാം. കുഴിയെടുക്കുമായിരിക്കും അല്ലേ? കുഴി എടുക്കാന് ഞാനൊരു കുഞ്ഞു ചെടി എടുത്ത അമ്മയുടെ ഒരു പഴയ സാധനം എനിക്ക് അമ്മ തന്നായിരുന്നു. അതിൽ ഞാൻ വന്നിട്ട്
കുഴി റെഡി. ഞാൻ കുഞ്ഞ ചെടിക്കണ്ട ഇതുണ്ടോന്നെ, ഇതുണ്ടാ അമ്മ ചെടീന്റെ കവറ് പൊളിച്ചു തരുമല്ലേ. ഇതയ്യോ മണ്ണ് പോകുന്നുണ്ട് കുറച്ചായിട്ട്. കുറച്ചായിട്ട് മണ്ണ് പോകുന്നുണ്ടോ? നമുക്ക് അതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്താലോ? കയ്യിൽ നിറച്ച് മണ്ണിട്ടിട്ട് അതിൽ ചെടി ഇറക്കി വെച്ചിട്ടൊരു ഫോട്ടോ എടുത്താൽ നല്ല രസമുണ്ടാവും. അതും ഇവിടുന്ന് ചുറ്റും മണ്ണിട്ട് കൊടുക്കും. അത് നേരെ വെക്ക്. മതി. ആ മണ്ണ് ബാക്കിയുള്ള കൂടെ അങ്ങ് നീക്കിട്ട് കൊടുക്കും. ഓക്കെ. ചെടി നട്ടു. നമുക്ക് മണ്ണിടാം. മതി. വാ പോയി കൈ കഴുകു. കുറച്ചും കൂടി മണ്ണിടാമോ? അത് മതിയിടാ. കയറുക. മതി. ഇനി പോയി കൈയെല്ലാം കഴുകി വന്ന് പഠിക്കണം. വാ. കുളിയെല്ലാം കഴിഞ്ഞ് ബാക്കി വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞ് വന്നിരുന്ന ആളായിരുന്നു മിന്നൂസ്. കുളി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കൂളിൽ പോയ ക്ഷീണം കൊണ്ട് പുള്ളി കിടന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ. അപ്പോൾ ഇന്നെന്തായാലും കുഞ്ഞു വീഡിയോ ആണ്. നല്ല മഴയുണ്ട് പുറത്ത്. മിന്നൂസിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, ജൂൺ 5 സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തുണ്ടെങ്കിലും പറയുക. കുറ്റമൊക്കെ ഉണ്ടെങ്കിലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒക്കെ പറയുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.